ഹായ് ഓൾ. ഇന്ന് ഇടുക്കി യാത്രയിൽ നാലാമത്തെ സ്പോട്ടാണ് കേട്ടോ, ആമപ്പാറ. ഇതും ഇടുക്കി ജില്ലാ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതാണ് പോകുന്നത്. എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ആമപ്പാറ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ജസ്റ്റ് വീഡിയോസിൽ കണ്ട ഒരു ബലത്തിൽ മാത്രമാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒരു ആമ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു പാറയാണ്. ആ പാറയുടെ ഉള്ളിലേക്ക് ഇതാണ് അതിൻ്റെ എൻട്രി പോയിൻറ്റ്. നമ്മുടെ കൂടെയുള്ള കുട്ടികളൊക്കെ കയറിപ്പോയി. നമ്മുടെ കൂടെയുള്ള അശ്വതി, ഇവൾക്കൊരു കുറച്ച് തടിയുള്ളൊരു മോളാണ്. അപ്പോൾ അവൾക്ക് കയറാനൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആളൊരിത്തിരി പാനിക്കായിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കയറിപ്പോടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് കയറി നോക്കി. എനിക്ക് വലിയ ബുദ്ധിമുട്ട് പോലെ തോന്നിയില്ല, എന്നാലും നല്ല പേടിയുണ്ട് കയറാനായിട്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ചേച്ചിയും കൂടെ കയറി നോക്കുന്നുണ്ട്. പുള്ളിക്കാരിക്കും അശ്വതിക്കും കയറാൻ പറ്റുന്നില്ല, അവർ ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ കയറി. ഞാൻ ഏകദേശം ഒരു 66 കിലോയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിന് മുകളിൽ 80, 85, 90 ഒക്കെ കിലോ മുകളിലുള്ളവർക്ക് ഒരു പക്ഷേ എല്ലാവരുടെ ഒരു മനോധൈര്യമാണ് കേട്ടോ കയറിപ്പോകുന്നത്. എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗം എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല. ഞാനിങ്ങനെ, പക്ഷെ നമ്മുടെ കൂടെയുള്ള ഒരു ട്രക്കിങ് ചെയ്താണല്ലോ നമുക്ക് അങ്ങോട്ട് പോകണത് ജീപ്പിലത്തെ. അപ്പോൾ അതാ കണ്ട, ഇവിടെ എൻ്റെ ഷൂസ് എന്നെ ഒന്ന് ചതിച്ചു. ആ ചേട്ടന്മാർ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ അവിടെ ചെന്ന് നമുക്ക് ഇരിക്കാനൊരു സ്ഥലം പോലും ഉണ്ട്. അവിടുന്ന് പിന്നെ ഇതാണ് മക്കളെ ഇനി അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നല്ല പ്രൂഫ് ചെയ്ത് നല്ല കമ്പിവേലി കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് അടിപൊളിയായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഞങ്ങളുടെ കൂടെ ഉള്ള സുമിയാണ്. സുമിക്കൊക്കെ നല്ല പേടിയാണ്. അവൾ കാലിട്ടിരിക്കുന്ന താഴോട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ വലിയ ഗർത്തമാണ്. നമ്മുടെ ഗുണ കേവിൽ എന്നൊക്കെ പറയുന്ന പോലെ താഴോട്ട് ഭയങ്കര ഒരു കുഴി പോലെയാണ്. മൊബൈലൊക്കെ വീണാൽ നല്ല പണിയിട്ടാണ്. ഞാൻ എൻ്റെ മൊബൈലെടുത്ത് കൈവച്ചേക്കാണ്. അതുകൊണ്ട് എൻ്റെ വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇറങ്ങി വരുന്ന വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. മൊബൈലൊക്കെ നല്ല പേടിച്ചിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളും കൂടെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ധൈര്യം അഭിനയിക്കണമല്ലോ. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഒരു സീനിയർ ചേച്ചിയുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. പുള്ളിക്കാരി ഇറങ്ങി വരുന്ന ഒരു സീനാണ് ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പുള്ളിക്കാരി ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞാൽ കിടില. ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞ ഒരു ഗൂസ് ബമ്മിങ് ഒരു മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ആ ട്രക്കിംഗ് ചേട്ടന്മാരൊക്കെ നന്നായിട്ട് പുള്ളിക്കാരത്തിയെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഈ ആമപ്പാറയിലുള്ള ആ ഒരു ഹോളിലൂടെ കടന്നു വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോകണം കേട്ടോ. ഒരിക്കൽ കൂടി കേരളത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ അറിയണം കേട്ടോ, തീർച്ചയായിട്ടും. ഇതാണ് മക്കളെ. അവിടെ ഒരു ടവർ ഉണ്ട് കേട്ടോ. ഈ ആമപ്പാറ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ ടവറിന് മുകളിലൂടെ പോകുമ്പോൾ ആ കാണുന്നതാണ് ആമപ്പാറയുടെ ഒരു മുകളിൽ നിന്നുള്ളൊരു വിഷ്വൽ കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരുന്നൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ, ആമപ്പാറയിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ജീൻസും നല്ലൊരു ടോപ്പും ഒക്കെ വെയർ ചെയ്ത് പോകണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, നമുക്ക് ഡ്രസ്സിൻ്റെ ഇഷ്യൂസ് വരും. അതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളി ജീൻസോ നല്ല അടിപൊളി ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ട് വേണം പോകാനായിട്ട്. ഇതാണ് അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു വിഷ്വൽ കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം ഉണ്ടെന്ന് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. ഇടുക്കിയിലുള്ള ആമപ്പാറയിലാണ് ഞാൻ നിങ്ങൾക്ക് വിഷ്വൽ കാണിച്ചു തരുന്നത്. നിങ്ങളെല്ലാവരും കുടുംബസമേതം പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കുറേ സ്ഥലങ്ങളുണ്ട് ഇടുക്കിയിൽ കാണാനായിട്ട്. ഞാൻ ഇത്രയും കാലം ഇത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. ഇനി അടുത്തൊരു വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.